ഇന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു മസാല കടലിൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീട്ടിൽ കടലയൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ മസാല കടല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്താകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കടല ഏകദേശം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ കടല മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് അധികം ആവേണ്ട, ഒരു നുള്ളു മതി. ഇനി ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് ഒരു തിക്ക് ബാറ്ററായി ഇതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ അധികം കോട്ടിങ് ഇല്ലാതെ ഒരു ചെറിയ കോട്ടിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വരെ കടലമാവ് എടുത്താൽ മതി. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ കടല ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കടലക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ആക്കിയ ശേഷം ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് അടച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ബാറ്റർ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ നമ്മൾ ഇനി ചൂടായ എണ്ണയിലേക്കിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയിലേക്കുള്ള സമയത്ത് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് ഒട്ടിപ്പിടിച്ച് ആകെ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്യരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാം. കടല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറഞ്ഞ തീയിൽ വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ കടല ഫ്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് റെഡിയായി എന്ന് തോന്നുമ്പോൾ തന്നെ പെട്ടെന്ന് എടുത്ത് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഫ്രൈ ആവട്ടെ എന്ന് വിചാരിച്ചെന്നാൽ കടല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി കടല വീട്ടിലൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.